എല്ലാ സ്നേഹമുള്ള വ്യക്തികൾക്കും നന്ദി. ഇതുപോലെ സ്റ്റീവിനെ പോലെ വലിയ പെർഫോമൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ക്യാൻസറിനെ പറ്റി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര പാലറ്റബിൾ ആയിരിക്കില്ല എന്ന് എനിക്കറിയാം. എനിക്ക് 2-3 കാര്യങ്ങൾ 5 മിനിറ്റുള്ളിൽ പറഞ്ഞു നിൽക്കാനുള്ളതേ ഉള്ളൂ. ഒന്ന്, ക്യാൻസറിനെ പറ്റിയുള്ള ഭയം എപ്പോൾ മാറുന്നോ അപ്പോൾ നമുക്ക് സർവൈവൽ റേറ്റ് കൂടുന്നു. ക്യാൻസർ ചികിത്സ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നവർക്ക് സർവൈവൽ റേറ്റ് കൂടുതലാണ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യേണ്ടത് നമ്മൾ ചെറിയ പ്രായം മുതലേ അറിയണം. കാരണം പല അസുഖങ്ങളിൽ നിന്ന് പ്രായമുള്ളവർക്ക് വന്നുകൊണ്ടിരുന്ന അസുഖങ്ങളിൽ നിന്ന് ചെറുപ്പക്കാരിൽ വളരെ പോപ്പുലറായിട്ടുണ്ട്. ഉദാഹരണത്തിന് സ്തനാർബുദം, തൈറോയ്ഡ് ക്യാൻസർ, പരോട്ടേഡ് ക്യാൻസർ, ഇസോഫേഗസ് ക്യാൻസർ, സ്റ്റൊമക് ക്യാൻസർ, നിരവധി ക്യാൻസറുകൾ, യൂട്രൈൻ ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ, ഇതെല്ലാം യങ് ഏജിൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ യങ് ഏജിൽ അസുഖം വരുന്നവർക്കുള്ള വിഷയങ്ങൾ പ്രായമുള്ളവർക്ക് വരുന്ന പോലെയല്ല. അപ്പോൾ ഇന്നത്തെ ടീം തന്നെ യുണൈറ്റഡ് ബൈ യൂണിറ്റി, ഓരോ വ്യക്തികളും ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഓരോ രീതിയിലാണ്. അപ്പോൾ അവരുടെ മാനസികവും ശാരീരികവും അസുഖപരമായിട്ടുള്ള പ്രത്യേകതകൾ വെച്ചുകൊണ്ട് നമ്മൾ ചികിത്സിക്കുമ്പോഴാണ് ഏറ്റവും മികച്ച സർവൈവൽ, ഏറ്റവും മികച്ച ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടുന്നത്. ക്യാൻസർ ചികിത്സയുടെ പരമമായ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ സർവൈവൽ മാത്രമല്ല, ക്വാളിറ്റി ഓഫ് ലൈഫ്. ക്യാൻസർ ബ്രസ്റ്റ് വന്നതാണെങ്കിൽ ബ്രസ്റ്റ് മുറിച്ച് മാറ്റുന്നതല്ല ട്രീറ്റ്മെൻറ്റ്, ബ്രസ്റ്റ് പ്രിസർവേഷൻ സർജറിയാണ് ട്രീറ്റ്മെൻറ്റ്. അതുപോലെ ഓരോ തൈറോയ്ഡ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ പാടുവരാത്ത തൈറോയ്ഡ് സർജറിയാണ് ചികിത്സ. പരോട്ടേഡ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഫേഷ്യൽ ലേബിൽ നിന്ന് ഇഞ്ചുറി വരാതെ ചെയ്യുക വളരെ നല്ല ടാലൻറ്റഡായിട്ട് ചെയ്യേണ്ട സർജറിയാണ് ക്യാൻസർ. ഒവേറിയൻ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഫെർട്ടിലിറ്റി പ്രിസർവേഷനാണ് ക്യാൻസർ. ടെസ്റ്റിക്കുലർ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ സ്പെർം പ്രിസർവേഷൻ പുതിയ പങ്കാവുകൾ വരും. അപ്പോൾ അങ്ങനെ ലോകത്തിൽ ക്യാൻസർ ചികിത്സയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ നമ്മൾ വ്യക്തികളിലേക്ക് നമ്മൾ കൊടുക്കണമെങ്കിൽ ക്യാൻസറിനെയൊക്കെ കണ്ടുപിടിക്കണം. ഓടക്കുഴമ്പ അച്ഛൻ്റെ ഏറ്റവും വലിയ ദർശനമാണ് ക്യാൻസറിനെ നേരത്തെ കണ്ടുപിടിക്കുന്ന പ്രോഗ്രാമുകൾ ചെയ്യുക എന്നുള്ളത്. അവയർനെസ് പ്രോഗ്രാം, ഏർലി ഡിറ്റക്ഷൻ പ്രോഗ്രാം. അപ്പോൾ അച്ഛനിടയ്ക്ക് സൂചിപ്പിച്ചു CSR ഫണ്ടിനെ പറ്റി, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നമ്മൾ പല വ്യക്തികളെയും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു, പലരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണെന്ന്. ഞങ്ങളുടെ ആദ്യത്തെ ഒരു അംബീഷ്യസ് പ്രോജക്റ്റ് ആയിരിക്കും പുതുവൈപ്പിൽ മുതലുള്ള തീരദേശത്തുള്ള വ്യക്തികളെ സ്ക്രീൻ ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ്. ഇത് ഞങ്ങളൊരു പ്രമുഖ ഒരു ഗവൺമെൻറ്റിൻ്റെ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു കമ്പനിയുമായിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. മുത്തൂറ്റ് ഗ്രൂപ്പ് ഞങ്ങൾ നമ്മുടെ സെൻറ്റ് ജോസഫ്സ് ഹോസ്പിറ്റലോട് അസോസിയേറ്റ് ചെയ്തിട്ട് സ്തനാർബുദം വരുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാം ഒരു CSR പ്രോജക്റ്റ് എല്ലാം ചോക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. ഫ്രീ മാമോഗ്രഫി പ്രോഗ്രാമൊക്കെ. അപ്പോൾ അച്ഛൻ പ്ലാൻ ചെയ്തതിനോട് പറഞ്ഞിരിക്കുന്നത് 100 നിർധനരായ സ്ത്രീകൾക്ക് ആദ്യം ഫ്രീ ആയിട്ട് മമ്മോഗ്രാം ചെയ്തു കൊടുത്ത് ഈ പ്രോഗ്രാം ഇനോഗ്രേഷൻ ചെയ്യുന്നതായിരിക്കുമെന്നാണ് അച്ഛൻ്റെ തീരുമാനം. എന്ന് വെച്ചാൽ സമൂഹങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അസുഖത്തെപ്പറ്റി അവബോധം കൊടുക്കുക, നേരത്തെ കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക, ലോ കോസ്റ്റ് മെത്തേഡിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ഇതെല്ലാം നമ്മുടെ ദർശനത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇതൊക്കെ നടക്കണമെങ്കിൽ സമൂഹത്തിലുള്ള വ്യക്തികളുടെ ഇതിലേക്കുള്ള ഒരു പ്രത്യേകതരം അപ്രോച്ച് ആവശ്യമാണ്. ഇതിനാണ് അവയർനെസ് എന്ന് പറയുന്നത്. അപ്പം സമൂഹവും ഡോക്ടർമാരും എല്ലാം ഒത്തുചേർന്നെങ്കിൽ മാത്രമേ ഇങ്ങനൊരു സമീപനം ചെയ്യാൻ സാധിക്കുള്ളൂ. ഇന്ന് നമ്മളോട് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മുടെ IMAയുടെ പ്രസിഡന്റ് ജേക്കബ് വന്നിട്ടുണ്ട്. IMAയ്ക്ക് ഒരുപാട് പ്രോജക്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ട്. ജേക്കബിനോട് സംസാരിക്കും. അപ്പോൾ അങ്ങനെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഒരു ഗ്ലാസ് കേസ് ഇരിക്കുന്ന ഒരു സംഘടനയല്ല. സമൂഹങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് സമൂഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് പങ്കെടുക്കുവാൻ ഉള്ള ഒരു വലിയ കാൽവെപ്പോടുകയാണ് ജേക്കബ് ഇപ്പോൾ പ്രസിഡൻഷിപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തമായ രീതിയിലൊരു ക്യാൻസർ സെൻറ്റർ ഈ ഹോസ്പിറ്റലിൽ വളരെ അധികം താമസിയാതെ തന്നെ പ്രാവർത്തികമാവും. അതിനുള്ള എല്ലാ ചലനങ്ങളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്യാൻസർ സെൻറ്റർ മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും വരുന്ന ഒരു വലിയൊരു ആശുപത്രി ഈ ഹോസ്പിറ്റലിൽ എത്തപ്പെടും. പക്ഷേ അതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള സംഗതി അസുഖത്തെ നേരത്തെ കണ്ടുപിടിക്കാനുള്ളതാണ്. സോ ഇപ്പം നിങ്ങൾ മിസ്സസ് രാജൻ പറയുന്നത് കേട്ടു. സോ സർവൈവൽ എന്ന് പറയുന്നത് ഇന്ന് ക്യാൻസറിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. ക്വാളിറ്റി ഓഫ് ലൈഫ് ഞാൻ സൂചിപ്പിച്ചു. അപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ കാര്യങ്ങളോട് നമ്മൾ സമീപിക്കുകയും നല്ല ഒരു പുതിയ ഒരു പന്ഥാവ് തുറക്കുവാനും സെൻറ്റ് ജോസഫ്സ് ഹോസ്പിറ്റലിന് ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ മക്കളും